ഞങ്ങളുടെ ഫുഡടി കഴിഞ്ഞ് ബിരിയാണി ചിക്കനൊക്കെ ആയിരുന്നു. നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തോട്ടൊക്കെ നടന്നിട്ട് വരാമെന്ന് കരുതി പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി, ചിക്കൻ കറി, സാലഡ്, അച്ചാർ എല്ലാം കഴിച്ചിട്ട് ചോറ് വേണ്ടവർക്ക് ചോറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. രാവിലോട്ട് വണ്ടിയിലിരിക്കുന്നതല്ലേ, അപ്പോൾ നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. പള്ളിയിലൊക്കെ ജസ്റ്റ് കയറി ഒന്ന് ചുമ്മാ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ ഫുഡ് കഴിക്കാൻ അവർ പറഞ്ഞു കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ പരിപാടിയൊക്കെ തീർത്ത് പാത്രങ്ങളൊക്കെ കഴുകി പോകാനായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫ്രഷൊന്നും ആയില്ല കേട്ടോ. വന്ന ഉടനെ തന്നെ ഫുഡ് കഴിക്കാൻ പോയി. ജസ്റ്റ് നടന്ന് വന്നിട്ട് റൂമിൽ ചെന്ന് കുളിച്ച് ഉറങ്ങി രാവിലെയായിട്ട് പിന്നെയും ചർച്ചിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതല്ലേ ഇപ്പോൾ ഒരു പള്ളി? ഏത് പള്ളിയാ? കപ്പേനെ. ഇതൊക്കെയാട്ടോ ഇവിടുത്തെ വേളാങ്കണ്ണി കാഴ്ചകൾ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ, നമ്മുടെ വേളാങ്കണ്ണി. കഴിഞ്ഞ വർഷം പോയപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നു, പക്ഷേ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ വർഷം പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. കഴിഞ്ഞ വർഷം എന്താ കുജുവിൻ്റെ തലമുടി മുട്ടയൊക്കെ അടിക്കാനായിട്ട് ഞങ്ങൾ വന്നത്. മുട്ടയൊക്കെ അടിക്കുന്ന വീടുണ്ട്, അത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫുള്ളായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. രാത്രി ഹായ് സെറക്കുട്ടി, ഹൗ ആർ യു? ഇതൊക്കെയാട്ടോ നമ്മുടെ വേളാങ്കണ്ണിയിലെ നൈറ്റ് പരിപാടികൾ, നൈറ്റ് കാഴ്ചകൾ കേട്ടോ. ഫിഷൊക്കെ വറുത്ത് വെച്ചേക്കുന്നത് കണ്ടോ. നല്ല തിരക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നേ. അന്ന് ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടോ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലായില്ല. അവിടെ പെരുന്നാളും കൂടെ ആയിരുന്നു. അവിടെ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ, വലിയ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ. ഇവിടുത്തെ പ്രധാന ഫുഡാണല്ലോ ഇഡലി, ദോശ, വട, അങ്ങനത്തെ ഐറ്റംസ്. ലൈറ്റ് ദോശ. നല്ല തിരക്കാട്ടോ. കക്കുച്ചി നടക്കുകയാണ്. കക്കുച്ചിനെ എടുക്കാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് നടക്കുക. ഫിഷ് ഫ്രൈ, മീനൊക്കെ വറുത്ത് വെച്ചേക്കുന്നുണ്ടോ പൊന്നൂട്ടി? നേരെ നോക്കി നടക്കൂടെ, വെള്ളമുണ്ടേ. നൈറ്റിലിവിടെ ഫുഡ് കഴിക്കുന്നൊക്കെ. ഡോഗ് ആ ബൗ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ നമ്മുടെ പള്ളിയിലേക്ക്. ഫ്രൂട്ട്സും കൊണ്ട് അമ്മമ്മമാരൊക്കെ ഫ്രൂട്ട്സും കൊണ്ടിരിക്കുന്നുണ്ടേ. നമ്മുടെ പള്ളിയിൽ അപ്പുറത്തൂടെ പോവാം. നോക്കി നിൽക്കുന്നേ. എല്ലാവരും നല്ല ചൂടല്ലേ, അപ്പോൾ കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. അന്ന് അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ കാറ്റ് ഒത്തിരിയായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ നമ്മുടെ വേളാങ്കണ്ണി ചർച്ചിൻ്റെ അടുത്ത് നല്ല കാറ്റാട്ടോ. കാറ്റ് കണ്ടോ, നല്ല കാറ്റുണ്ട്. മീനൊക്കെ വറുത്ത് വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പള്ളിയുടെ മുറ്റത്ത് എത്തിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ നിലത്ത് കിടക്കുന്നു ഒക്കെയുണ്ട് കേട്ടോ.
എന്നിട്ട് അവിടെ കൂടെ നടന്നേ നമുക്ക് ഫോട്ടോ എടുക്കാം. ഐസോ എല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. കുറച്ച് പേര് കിടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. മലയാളീസൊക്കെ ഇതിൻ്റെ പുറത്തൂടെയൊക്കെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പുറത്ത് നല്ല കാറ്റുണ്ടല്ലോ, ചൂടെടുക്കത്തില്ലല്ലോ. അപ്പം നമ്മുടെ പള്ളി എത്തിയാച്ച്. തൃശ്ശൂര് പള്ളിയിലെത്തിയില്ലേ നമ്മള്? തൃശ്ശൂര് പറഞ്ഞോട്ടോ, പറഞ്ഞോ. മുട്ടുകുത്തി നടക്കുന്ന പ്ലേസ് ഇതാട്ടോ. രാത്രിയിലാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ നടക്കുന്നത്. കണ്ടോ, ആൾക്കാർ നടക്കുന്നത് കണ്ടോ. രാവിലെ ഭയങ്കര ചൂടും വെയിലൊക്കെ അല്ലേ, നമ്മൾ പെട്ടെന്ന് വയ്യാണ്ടായിപ്പോൾ. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് നടക്കാം. മറ്റേ വെള്ളം കിട്ടുന്നതാണ്, മാതാവിൻ്റെ വെഞ്ചരിച്ച് വെള്ളം കിട്ടുന്ന സ്ഥലം കേട്ടോ. തരില്ല വാ വിളിക്ക് അപ്പോൾ അങ്ങനെ നീ കൊടുക്ക്, സാരയില്ല, ഇതിലേ പോകുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ, ലാസ്റ്റ് ഇയർ വന്നപ്പോൾ താമസിച്ചത് ഇവിടെയാണ് കേട്ടോ. ഈ ചർച്ചിൻ്റെ ബ്ലോക്കിൽ തന്നെയാണ് താമസിച്ചത്. നമ്മുടെ ആൾക്കാർക്ക് ഇത് നടക്കുന്നത് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടെ. അപ്പോൾ ഇതിങ്ങനെയാണ് നടക്കുന്നത്. പലരും വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ഇത്രയും ദൂരം നടന്നു പോകുന്നത്. ഞാൻ പിന്നെ പറഞ്ഞോളാം. അപ്പോൾ നമ്മുടെ ഇവിടെ നടക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ കാൽനടയായിട്ട് നടന്നിട്ട് പോലും പറ്റാണ്ട് വയ്യാണ്ടിരിക്കുന്നുണ്ട്. സൈഡിൽ കൂടെ വന്നിട്ട് അല്ലേ പറയുന്നു. ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പം നല്ല വെയിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ വളരെ സുഖമായിട്ട് നടക്കാൻ പറ്റിയ സ്ഥലങ്ങളാണിത്. വലിയ തിരക്കൊന്നുണ്ടായിരുന്നില്ല, മാത്രമല്ല ചൂടും ഉണ്ടായിരുന്നില്ല ആ സ്ഥലം. അപ്പോൾ നല്ല ചൂടുണ്ട്, നല്ല വെയിലാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി കുറച്ച് നേരമായി. ഇപ്പോൾ നല്ല വെയിലത്തൂടെയാണ് നടക്കുന്നത്. മെയിൻ പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെയും കുർബാന നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് കുർബാനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി മലയാളം കുർബാന അവിടെ നടക്കുന്നുണ്ട്. മലയാളം കുർബാന പുതിയ പള്ളിയിൽ കണ്ടു. എന്നിട്ട് നമ്മൾ ഇറങ്ങി പഴയ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ കുർബാന നടക്കുന്നുണ്ട്.
നല്ല തിരക്കാണ്. ഇവിടെ പഴയ പള്ളിയിലേക്ക് വരുന്നിടത്ത് നല്ല തിരക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഇവിടെ എല്ലാവരും ക്യൂവിലൊക്കെ നിന്നിട്ടൊക്കെയാണ്. ഇതൊരു നേർച്ചയാണ്. തേങ്ങ കടൽ തീരത്തേക്ക് കടൽ തീരത്തേക്ക് പോകുന്ന വഴികൾ പലതരം നേർച്ചകൾ കൈപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. ആവശ്യക്കാർ വേങ്ങിച്ചിടുക. അവർ നിർബന്ധമൊക്കെ പറയും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നേർച്ചകളൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിടാം. നമ്മുടെ മറ്റേ കടലിലേക്ക് പോകുന്ന വഴി ഇവിടെയാണ് നമ്മുടെ മുടി മുറിക്കുന്ന സ്ഥലം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തക്കുജൻ്റെ മുടി മുറിച്ചിരുന്നു. ഈ പ്രാവശ്യം ആരുടെയും മുടി മുറിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് മുടി മുറിക്കുന്ന സ്ഥലം ഇതിങ്ങനെ കാണുന്നു, പോകുന്നു. കടലിലേക്ക് പോകുന്ന വഴി തന്നെയാണ് മുടി മുറിക്കുന്നത് കേട്ടോ. പള്ളിയുടെ തന്നെ സ്ഥാപനം. ചർച്ചകളെന്നിട്ട് മെഴുതിരികൾ കുറേ വെച്ചിട്ട് പലതരത്തിലുള്ള മെഴുതിരികൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആവശ്യക്കാർ വേണിച്ചിടുക. അവർ നിർബന്ധമൊക്കെ പറയുന്നെങ്കിലും നിർബന്ധം എന്നുള്ള കാര്യമില്ല അതൊന്നും. അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന അത്ര തിരക്കൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെരുന്നാളിൻ്റെ സമയത്താണ് വന്നത്. പിന്നെ മാത്രമല്ല അതൊരു വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു. ഇതിപ്പോൾ ഇട ദിവസങ്ങളായതുകൊണ്ട് അധികം തിരക്കില്ല. എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. കടകളൊക്കെ എല്ലാതും പഴയ പോലെ തന്നെ ഓപ്പണിംഗ് ആണ്. കടകളിലൊക്കെ അത്യാവശ്യം തിരക്കുകളുണ്ട്. കുട്ടികളെയും വീട്ടമ്മമാരെയും ആകർഷിക്കാനായിട്ട് 10 രൂപ കട 5 രൂപ കട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളിക്കോപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കടകൾ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. 5 രൂപ 5 രൂപ ഏതെടുത്താലും 5 രൂപ. എങ്കിലും വെയിലിനൊക്കെ ഒരു തടയായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും മുകളിൽ മരമൊക്കെ അടക്കി വെച്ച് ഷീറ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ നമുക്ക് തടയാം. അത്യാവശ്യം തണലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. വലിയ കുഴപ്പമില്ല, തിരക്കുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് അത്യാവശ്യം തണലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഗുൽഫി ഐസ് ഗുൽഫി ഐസ് കേട്ടോ. ഗുൽഫി ഐസ് എടുക്കുന്നത് കാണാം. ഗുൽഫി ഐസ് വിർച്വൽ മൂവി കേട്ടോ. ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഷീറ്റൊക്കെ കാറ്റത്ത് നന്നായിട്ട് പൊങ്ങി അടിക്കുന്നുണ്ട്. ചിലപ്പോൾ പറന്ന് പോയി കൂട്ടതൊക്കെ പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് നല്ല തണലുണ്ട് ഇവിടെയൊക്കെ നടക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ വെയിലത്ത് കൂടെ ഒരാൾ വഴിക്ക് വരില്ലേ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാരണം തന്നെ. ഇറക്കിയിരുന്നില്ല. ഇപ്പോൾ കല്ലൊക്കെ ഓടുന്ന സൈഡൊക്കെ 2 സൈഡും ബ്ലോക്ക് ചെയ്തിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ അത് കാരണം തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഇറങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടായിരുന്നു. ഈ പ്രാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തുറന്നിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി കുളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. അതായത് നമ്മൾ ഇറങ്ങുന്നില്ല. ഇവിടെ നിന്ന് കാഴ്ച മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി മീനൊക്കെ വെച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അവരത് നമ്മൾ പറയുന്നത് ഏതാണോ പറയുന്നത് അത് നമുക്ക് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് തരും. നല്ല മീൻ മുഴുവനോടുള്ള മീനുണ്ട്. അതുപോലെ തന്നെ മുറിച്ച് വെച്ചിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട്. നല്ല സ്റ്റൈലായിട്ട് ഒരു വറുത്ത് പൊരിച്ച് തരും, നമുക്ക് തരും. നമ്മൾ ആവശ്യത്തിനുള്ളത് പറഞ്ഞാൽ മതി. നമ്മൾ നാടൻ പൊറോട്ട അടിക്കുന്നുണ്ട് ഇവിടെ. ബൺ പൊറോട്ട പോലത്തെ പൊറോട്ടയാണ് തോന്നുന്നത്. നല്ല സ്റ്റൈലും പൊറോട്ടയാണ്. നോക്കാല്ലേ, വളരെ സിമ്പിളായിട്ട് ആൾ അടിക്കുന്നുണ്ട്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ നടന്ന് അവസാനം ഈ സ്റ്റാച്ചു വരെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വന്നു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ വന്നോട്ടെ അല്ലേ, അല്ലെങ്കിൽ സെൽഫി. ആരാധനകേന്ദ്രമായിരുന്നത് പഴയതാണ്. അതിൽ തന്നെ പുതിയതിലേക്കുള്ള വഴി. അത് പുതിയ ആരാധനപ്പള്ളി കേട്ടോ. നമ്മൾ നിത്യാരാധന കേന്ദ്രത്തിൽ പോയി ഇറങ്ങി ചോറ് കഴിച്ചാട്ടാ. ചോറുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ട്,
സർലാസ്, അച്ചാറ്, പപ്പടം. ഇതൊക്കെ കൂട്ടി ഊണ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ നടന്ന് വന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വന്ന ഉടനെ ഇവിടെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നലെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നു കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. എൻ്റെ ഓല മേഞ്ഞ വീടാണ് ഇവിടെ ഈ സൈഡിൽ. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തി കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പോകാൻ റെഡിയായി. മിഠായി, ചിപ്സ് അങ്ങനത്തെ ഒക്കെ ഞങ്ങൾ കഴിക്കാം കേട്ടോ. രണ്ടുകൂടെ ഒന്നിച്ചില്ല. ചക്കുജു സുന്ദരിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഹായ് പറഞ്ഞേ. കുട്ടാപ്പി ഇപ്പോഴും ടി വി ആണോ കേട്ടോ. കിട്ടു അപ്പം അവിടെ മേക്കപ്പ്, അപ്പം അവിടെ മീശപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ഈ സമയത്താണ് 3:45 ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ തൃശ്ശൂർ ചെന്നപ്പോഴത്തേക്കും അവിടെ ബ്രിഡ്ജിൻ്റെ പണിയായതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിട്ട് 2 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന് വെളുപ്പിൽ 4 മണിക്ക് അവിടെ എത്തിയത്. ബ്ലോക്കിൽ ഇന്ന് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. അവിടേക്കൊക്കെ നിർത്തിയല്ലേ പോണേ, പിള്ളേരുള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. ബൈ. ഞങ്ങൾ നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഷിഫ്റ്റ് ആകും കേട്ടോ. കാറിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ട് ജസ്റ്റ് കയറിയതേ ഉള്ളേ. ഇനി നമുക്ക് ഇടയ്ക്ക് പറ്റുവാണെങ്കിലൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. വഴിയോര കാഴ്ചകൾ ഇങ്ങ് പോകുന്നപ്പോൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്താറായി ഇച്ചിരി ടയേർഡായി, ആരും അങ്ങനെ എടുക്കാണ്ടൊക്കെ ആയി കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. അക്കുജുങ്ങ് പോരാറായിപ്പോൾ ഫുൾ വോമിറ്റ് ചെയ്തു. ഉച്ചയ്ക്ക് കഴിച്ചോട്ട് ഫുൾ വോമിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണിത്. ജസ്റ്റ് ഇറങ്ങാൻ എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വോമിറ്റ് ചെയ്തു. പിന്നെ അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി അല്ലേ. ഇന്ന് ഉറങ്ങിയിട്ടുമില്ല, ചിലപ്പോൾ ഇപ്പോൾ ഉറങ്ങുമായിരിക്കും. അപ്പോൾ ബൈ വേളാങ്കണ്ണി അല്ലേ ടുട്ടു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം അല്ലേ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. നല്ല പാടത്ത് പച്ച വിരിച്ച് കിടക്കുന്നു. നമ്മുടെ ഫ്രണ്ടിൽ 2 നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അവർ വേളാങ്കണ്ണി വന്നതായിരിക്കും. പൊന്നൂട്ടി ഉറങ്ങിപ്പോയിട്ടോ. വഴിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞങ്ങളിവിടെ ടുട്ടുമോൻ്റെ വെടിപറച്ചിൽ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നു. കണ്ടോ, നല്ല രസമില്ലേ, നല്ല ഭംഗിയുണ്ട്. പച്ച വിരിച്ച് കിടക്കുന്ന പാടം, പാടത്ത് നിറയെ കൊക്ക്, പശു ആട് കൊക്ക്. എൻ്റെ പൊന്നു ഉറക്കം കഴിഞ്ഞോ? ഉറക്കം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. പൊട്ടൊട്ടും ഉണ്ടായിരിക്കും. പൊന്നു കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെടാ. നല്ല രസമുള്ള പ്ലേസ് ആട്ടോ. ഭയങ്കര വെയിലാണ് ഗൈസ്. നമ്മുടെ മുഖത്തേക്ക് അപ്പോഴും വെയിലാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു കാറ് അവിടെ നിർത്തിയിട്ടേക്ക് നോക്കുക. അതെങ്ങനെയാ കാർ അങ്ങോട്ട് പോയി? അവിടെ റോഡുണ്ടോ? മരത്തിൻ്റെ ചോട്ടിൽ ഒരു ചെറിയ വീടാണ് കേട്ടോ. മരത്തിൻ്റെ ചോട്ടിൽ ചെറിയൊരു വീട്. പക്ഷേ അറിയൊക്കെ വട ഞങ്ങള് ചായ കുടിച്ചു കേട്ടോ. ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. തക്കുച്ചു ഉറങ്ങുമല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കുള്ള ചായ കാറിലേക്ക് കൊണ്ടുവന്ന് കഴിച്ചു. നല്ല സ്ട്രോങ് ടീ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ഉഴുന്നുവട പൊന്നൂട്ടി കഴിച്ചു കഴിഞ്ഞിട്ടില്ല. പൊന്നൂട്ടി കാണിച്ചേടാ വട. അപ്പോൾ ഉഴുന്നുവടയായിരുന്നു. അപ്പോൾ ഉഴുന്നുവട കഴിച്ചു.
ഞങ്ങൾക്ക് ഇനി 7 മണിക്കൂർ കൂടെ ഉണ്ട് കേട്ടോ യാത്ര വീട്ടിലെത്താൻ വേണ്ടി. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിലൊക്കെ മാറി, സൂര്യൻ അസ്തമിച്ചു. വെയിൽ പോയതുകൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. കാറിൻ്റെ ഗ്ലാസ്ക്ക് താത്തിട്ട് നല്ല കാറ്റ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പോയപ്പോൾ ചെറുതായിട്ടൊരു മഴ തൂളിയെന്ന് പറഞ്ഞില്ലേ, പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുഴപ്പം കൂടാതെ അവിടെ എത്തണേന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഗൈസ്, സമയം 8:30 ഞങ്ങളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കും കേട്ടോ. എല്ലാവരുടെയും ഉറക്കം കഴിഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ചക്കു ചക്കുജു ഹായ് പറഞ്ഞേ. ഹായ്, ഹൗ ആർ യു? എന്നാൽ സാധാ പൊറോട്ട പറഞ്ഞാൽ മതിയോ? കയറി 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 കയറി. വേളാങ്കണ്ണി പോകുമ്പോൾ തിരിച്ചു വരുന്ന സൈഡ് വഴിക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ട്രിച്ചി ദിണ്ടിക്കൽ മെയിൻ റോഡിൽ വടമാതുരൈ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ഈ കാപ്പി ക്രഷ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ കം ബേക്കറി. നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിപ്പോൾ റിട്ടേണിൽ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. നല്ല രുചികരമായ ഭക്ഷണം. കൊത്തുപൊറോട്ട, ദോശ, പൊടി ദോശ, ചായ, കോഫി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇവിടെ ഇതിൽ പോകുന്നവർ ഇവിടെ കയറി ഫുഡ് കഴിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് കമൻ്റ് ഇടുക കേട്ടോ. നല്ല ഹോട്ടലാണ്. നല്ല അവിടുത്തെ സ്റ്റാഫായാലും എല്ലാം നല്ല കേട്ടോ. കൊത്തുപൊറോട്ട സൂപ്പറായിരുന്നു കേട്ടോ. ചായയും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി യാത്ര തുടരുകയാണ്. 9:15 കഴിഞ്ഞു. 8:30 ഞങ്ങൾ കയറിയതാ. 3/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ യാത്ര തുടരാം. ടച്ചൊക്കെ ചെയ്യാനുണ്ട്. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ സേഫായിട്ട് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഉറക്കമായിരുന്നു. സമയം 1:25. 4 മണിക്ക് നമ്മൾ അവിടെ നിന്ന് പോന്നു. ഇവിടെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.